18 മിനിറ്റ് 4 പോയിന്റ്. ഞങ്ങൾ ഈ ചാനൽ ചർച്ച ചെയ്യുന്ന ശീലമുള്ളതുകൊണ്ട് എത്ര മിനിറ്റാണ് എത്ര പോയിൻ്റാണ് പറയുമെന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ളത്. ഇപ്പോൾ 6:08 6:26 ഞാൻ നിർത്തും. 4 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ നമ്മളെല്ലാം പല പേരുകളിൽ വിളിക്കുന്ന ദൈവത്തിന് വ്യത്യസ്ത നാമങ്ങളിലൂടെ അഭിസംബോധന ചെയ്യുന്ന ദൈവമെന്നും യഹോവയെന്നും അല്ലാഹുവെന്നും പരബ്രഹ്മമെന്നും പടച്ചവനെന്നും ധമ്മയെന്നും അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ദൈവത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ദൈവമെന്ന സത്യത്തെ നമ്മളെ കാണിച്ചു തരാൻ പല കാലങ്ങളിലുണ്ടായ അവതാരങ്ങളിൽ പ്രവാചകന്മാരിൽ വ്യത്യസ്ത ദൈവദൂതന്മാരിൽ അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാകാം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാം, ഭഗവാനായ ബുദ്ധനാകാം, ശ്രീരാമനാകാം, സ്വാമി അയ്യപ്പനാകാം, അങ്ങനെ വ്യത്യസ്ത അവതാര പ്രവാചക ദൈവദൂതന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ചേകന്നൂർ മൗലവി എന്ന കേരളത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് വിശ്വാസം അന്ധവിശ്വാസമായി പോകാതിരിക്കാനും മതഭീകരതയായി പോകാതിരിക്കാനും എന്നും ഒരു മാർഗദർശിയായി ഓർമ്മയുടെ തുരുത്തായി മാറിയ ചേകന്നൂർ മൗലവിക്ക് പ്രണാമവും ആദരവും അർപ്പിച്ചുകൊണ്ട് മതഭീകരതാ വിരുദ്ധ ദിനം കൂടി ആചരിക്കുകയാണ്. വളരെ പ്രസക്തമാണ്. നമ്മൾ മതവിശ്വാസികൾ, ഈശ്വരവിശ്വാസികൾ, വിശ്വാസത്തിൻ്റെ പാതയിലുള്ളവർ തന്നെയാണ് അന്ധവിശ്വാസത്തെയും ഭീകരതയും തീവ്രതയും ഒക്കെ തെള്ളിപ്പറയേണ്ടത്. അതിന് നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ എല്ലാ നവോത്ഥാന നായകന്മാരുടെയും ലെഗസി, ചരിത്രം, പാരമ്പര്യം എടുത്തു നോക്കിയാൽ അവർ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീതയുടെയോ പരിശുദ്ധമായ ബൈബിളിൻ്റെയോ പരിശുദ്ധമായ ഖുറാൻ്റെയോ ഒക്കെയോ പാതയിൽ നിന്നാണ് കഴിഞ്ഞ 1.5-2 നൂറ്റാണ്ടുകളിൽ നമ്മുടെ റിഫോമേഴ്സായിട്ട് വന്നവരെല്ലാം അതാത് വിശ്വാസങ്ങളിലുണ്ടായിരുന്ന തെറ്റുകൾ തെള്ളിപ്പറഞ്ഞത്. ആധുനിക കാലത്ത് അത്തരം കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിന് നഷ്ടമായ ചേകന്നൂർ മൗലവിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയരും, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഡോക്ടർ M.N. കാരശ്ശേരി സാർ, ശ്രീ ജാഫർ അത്തോളി, ഡോക്ടർ ജലീൽ പുറ്റേക്കാട്, ആധുനിക കാലത്ത് ഞാൻ പ്രഭാഷണങ്ങൾ കൃത്യമായി കേൾക്കുന്ന പല സംശയങ്ങളും അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രിയിലാണ് വിളിക്കാറുള്ളത്. ഇന്ന ഡൗട്ടുകളുണ്ട്, ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ ആദരവോടെ ശ്രീ മുസ്തഫ മൗലവി അവർകളെ വിളിച്ച് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറയുകയും ചെയ്തു, കഴിഞ്ഞ വർഷം അങ്ങ് നടത്തിയ പ്രഭാഷണം മുഴുവൻ ഞാനിരുന്ന് കേട്ടു ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പഠിക്കാനായി. അപ്പോൾ ആദരണീയനായ ശ്രീ മുസ്തഫ മൗലവി അവർകൾ, ശ്രീ KS ഹരിഹരൻ വളരെ മനോഹരമായി തന്നെ സംസാരിക്കുകയും രാഷ്ട്രീയ രംഗത്തും സമാനമായ പരിഷ്കരണത്തിന് ശ്രമിച്ച 51 വെട്ടിൻ്റെ വേദന ഓരോ മലയാളിക്കും തോന്നിയ, അതോടൊപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മാഷാ അല്ലാഹ് സ്റ്റിക്കറും കൂടി വരികയും ചെയ്യുന്ന അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ശ്രീ TP ചന്ദ്രശേഖരന് വേണ്ടി ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ ശ്രീ KS ഹരിഹരൻ സാർ, പ്രിയപ്പെട്ട TP ചന്ദ്രശേഖരൻ സാറിൻ്റെ ധർമ്മപത്നി അവരുടെ സാന്നിധ്യത്തിലും ശ്രീമതി രമ മാഡം, ബാക്കി എല്ലാവരും, ശ്രീ AP അഹമ്മദ് C സൈദലവി, ശ്രീ CMA സലാം, ശ്രീ ബഷീർ, ഇരിക്കുന്ന ഓരോരുത്തരും. ആദ്യ പോയിന്റ്, യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വേറൊന്നും കൊണ്ടല്ല, 2 ഭാഗങ്ങൾ എപ്പോഴും അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അവിശ്വാസികൾ, വിശ്വാസമില്ലാത്തവർ, കേവല യാന്ത്രിക നിരീശ്വരവാദികൾ ഈ വിശ്വാസം മുഴുവൻ തെറ്റാണെന്നോ മോശമാണെന്നോ പറഞ്ഞ് ഒരു പക്ഷത്തു നിന്ന് വിശ്വാസിയെ ആക്രമിക്കും. മറുവശത്തു നിന്ന് അതാത് വിശ്വാസത്തിലുള്ള അന്ധവിശ്വാസികൾ, തീവ്ര വിശ്വാസികൾ, അനാവശ്യമായി തീവ്ര മതബോധമുള്ളവർ ഈ വിശ്വാസികളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ ഈ മിഡിൽ പാത്ത് അല്ലെങ്കിൽ ഈ മധ്യപാതയിലൂടെ സഞ്ചരിക്കുക എന്ന ദുർഘടമായ ജോലിയാണുള്ളത്. ഒരു വശത്ത് നിരീശ്വരവാദവും വിശ്വാസവും തെറ്റാണെന്നുള്ള ആക്രമണം, മറുവശത്ത് താൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ, ആശയത്തിൽ, ദർശനത്തിൽ, മതത്തിൽ, ചിന്താപദ്ധതിയിൽ, ഫിലോസഫിയിൽ തീവ്രമായ എക്സ്ട്രീമായ നിലപാടെടുക്കുന്നവർ, അവർ ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇത് ഇന്നും ഇന്നലെയുമല്ല, എന്നും ഉള്ളതാ. ഞാൻ വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, മതവാദിയാണ്, പക്ഷേ മിതവാദിയാണ്. നമ്മളിൽ പലരും പല മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴോ ചിന്താധാരകളിൽ വിശ്വസിക്കുമ്പോഴോ ആശയങ്ങളിൽ വിശ്വസിക്കുമ്പോഴോ മിതവാദമില്ലാതെ തീവ്രതയിലെ പാതയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടൊരു ഉറച്ച വിശ്വാസി ഒരിക്കലും അവിശ്വാസിയാകില്ല. അതോടൊപ്പം ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ തൻ്റെ ആശയം അടിച്ചേൽപ്പിക്കാൻ തീവ്രതയുടെ പാത എടുക്കുകയോ ചെയ്യുന്നതല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സമാനമായി നമ്മുടെ എല്ലാ ഈശ്വര വിശ്വാസികൾക്കും ഈ പ്രത്യേകതയുണ്ടായി. അതിനൊരു കൗതുകം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയാം. അന്നത്തെ ചില തീവ്ര നിലപാടെടുക്കുന്ന അൾട്രാ കൺസർവേറ്റീവ് എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ വിളിക്കുന്ന ചില ശങ്കരാചാര്യന്മാർ, എല്ലാവരുമല്ല, ചില ശങ്കരാചാര്യന്മാർ ബ്രിട്ടീഷുകാർക്ക് എഴുത്തെഴുതി ഗാന്ധിജിയെ നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കണം. അതായത് രാഷ്ട്രപിതാവായ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഗാന്ധിജിയെ മതഭ്രഷ്ടനാക്കണം. എന്തിനു വേണ്ടിയാണ്? ഗാന്ധിജി പിന്നോക്ക സമുദായങ്ങളെ അമ്പലത്തിൽ കയറ്റാൻ നോക്കുന്നു, തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടും.
അതുകൊണ്ട് ഗാന്ധിജി യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവല്ലാത്ത ഒരു മോഹൻദാസ് ഗാന്ധി. നിങ്ങളിൽ ചിലർക്ക് കൗതുകം തോന്നും, അവരുപയോഗിച്ചൊരു പ്രയോഗം, ഈ മഹാത്മാഗാന്ധി വെറും കച്ചവടക്കാരനാണ്, ബനിയയാണ്, അതായത് ഇവൻ ബനിയ സമുദായത്തിൽ നിന്ന് വരുന്നവനാണ്, ഇവൻ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ചില തീവ്ര സ്വഭാവമുള്ള ശങ്കരാചാര്യന്മാർ ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി മഹാത്മാഗാന്ധിയെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്ന്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ മതങ്ങളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും ഇതേപോലെ അനാവശ്യമായ തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നേരത്തെ കാരശ്ശേരി മാഷ് സ്പർശിച്ചു പോയി. ഒരു വശത്ത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ഭാഗത്തു നിന്ന് വിമർശനം കേട്ടിരുന്നത് ഗാന്ധിജി കൺസർവേറ്റീവ് ആണെന്നാണ്. എന്നാൽ തീവ്ര വലതുപക്ഷത്ത് നിന്ന് ഗാന്ധിജി പലപ്പോഴും വിമർശനം കേട്ടിരുന്നത് നിങ്ങൾ അനാവശ്യമായ പരിഷ്കരണവാദിയാണ്, നിങ്ങൾ വിശ്വാസിയല്ലെന്നാണ്. വളരെ പ്രമുഖനായൊരു സ്വാതന്ത്ര്യ സമര സേനാനി, നമ്മളെല്ലാം ആദരിക്കുന്ന, ഇന്നും വലിയൊരു ആശ്രമമുള്ള, വലിയ ലെഗസിയുള്ളൊരു വ്യക്തി, ആദ്യകാലത്ത് ഇടതുപക്ഷ ചിന്തകനും പിന്നീട് ഒരുപക്ഷെ വലതുപക്ഷത്തേക്കൊക്കെ പോയ, ആദ്യകാലത്ത് വിപ്ലവകാരിയും പിന്നീട് ആത്മീയവാദിയുമായി പോയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരും കൂടെ പറഞ്ഞു പോകാം, പേര് പറയാതെ പോകുന്നതിന് അർത്ഥമില്ലാത്തതുകൊണ്ട്. അരവിന്ദോ ഘോഷിനെ പോലുള്ള മഹാന്മാർ പോലും യഥാർത്ഥത്തിൽ ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ഹിന്ദു ശരീരത്തിലെ ക്രിസ്ത്യാനിയാണെന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യം മഹാത്മാഗാന്ധി തൻ്റെ ജനിച്ച സമുദായത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, റിഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിന് പറ്റിയത് എല്ലാ റിഫോമേഴ്സിനും പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ, ഹിന്ദു സമുദായത്തിൽ ജനിച്ച ഗോഡ്സെ എന്ന തീവ്ര ഹിന്ദുത്വവാദി മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയാണ്. മഹാത്മാഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സമീപനങ്ങൾ ഇഷ്ടപ്പെടാത്ത, മതസൗഹാർദ്ദത്തിൻ്റെ സമീപനം ഇഷ്ടപ്പെടാത്ത, ഇന്ത്യയുടെ കൊടി ത്രിവർണ്ണ പതാക വേണ്ട, കാവി പതാക മാത്രം മതി എന്ന് വിശ്വസിച്ച ഗോഡ്സെ ഗാന്ധിജിയെ അതേ രീതിയിലുള്ള തീവ്ര ഹിന്ദുത്വ കാരണങ്ങളാൽ വെടിവെച്ച് കൊല്ലുകയാണ്. ഗാന്ധിജി എന്ന യഥാർത്ഥ രാമഭക്തനെ, യഥാർത്ഥ സനാതനധർമ്മ ഹിന്ദു വിശ്വാസിയെ പലപ്പോഴും പരിഷ്കരണവാദികൾക്ക്, അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് പലപ്പോഴും നിനക്ക് ചേകന്നൂർ മൗലവിയുടെ ഗതി വരുമെന്ന് പറയാൻ, പരിഷ്കരണവാദികൾക്ക് നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നം ഇതാണ്. ചേകന്നൂർ മൗലവി ഇദ്ദേഹത്തിൻ്റെ തിരോധാനം, അദ്ദേഹം നഷ്ടമായാൽ സംബന്ധിച്ച് ധാരാളം വിവാദങ്ങളും പശ്ചാത്തലങ്ങളും ഉണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, അതിൽ എനിക്കറിയില്ല, ഞാൻ വായിച്ച് കേട്ടതും ആധുനിക മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതും ചരിത്രത്തിൻ്റെ ഇടനാടുകൾ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് പോലും സങ്കോചം കാണില്ല. ജനാധിപത്യപരമായി വിശ്വാസത്തിൻ്റെ പാതയിൽ വിയോജിപ്പോ പരിഷ്കരണമോ മാറ്റവും പറഞ്ഞൊരു വ്യക്തി നഷ്ടമായത് കേരളത്തിൻ്റെ പൊതു നഷ്ടമാണ്. വിശ്വാസത്തെ, വ്യാഖ്യാനത്തെ പുതിയ രീതികളിലേക്ക്, നവീനമായ രീതികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വിശ്വാസ സംബന്ധിയായ മുസ്ലിം സമുദായത്തിലും കേരള സമൂഹത്തിലും ഉള്ള വലിയ നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. ഇനിയും രണ്ട്, ഇന്നത്തെ കാലത്തെ മുസ്ലിം ജനത അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം, ഒരു സൈഡിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസമാണ്. ഇസ്ലാമിക് എന്ന വാക്ക് നമ്മൾ പറയാറില്ല, ഇസ്ലാമിസ്റ്റ് എന്നാണ്. ഇസ്ലാമിക് പരിശുദ്ധവും വിശ്വാസപരവുമാണ്. ഹിന്ദു എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക്കും ക്രിസ്ത്യനുമെല്ലാം. എന്നാൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയ ചായ്വെന്നോ അല്ലെങ്കിൽ തീവ്ര ചായ്വെന്നോ ഒക്കെ പറയുന്നൊരു നെറേറ്റീവാണ്. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ, ഇസ്ലാം വേറെ, ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് വേറെ എന്നൊക്കെ നമ്മളൊരു നെറേറ്റീവ് പറയാറുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഈ തീവ്ര മതബോധവും ഫണ്ടമെൻ്റലിസവും, ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസവും ആണെങ്കിൽ, മറു സൈഡിൽ അദ്ദേഹം ഗംഭീരമായി സൂചിപ്പിച്ച പോലെ മറു സൈഡിൽ ഇസ്ലാമോഫോബിയാണ്. ഒരു സൈഡിൽ തീവ്ര മതബോധവും അല്ലെങ്കിൽ തീവ്ര എക്സ്ട്രീം അന്ധവിശ്വാസങ്ങളും തീവ്ര വിശ്വാസവും ആണെങ്കിൽ മറു സൈഡിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രശ്നമാണ്. ഇത് ബാലൻസ് ചെയ്ത് മധ്യഭാഗത്ത് നിന്നുകൊണ്ട്, സെൻട്രിസ്റ്റായി നിന്നുകൊണ്ട് ഇതെങ്ങനെ പരിഷ്കരിക്കാം? ഒരു വിശ്വാസി നേരിടുന്ന യഥാർത്ഥ പ്രശ്നം ഇന്നും ഇന്നലെയല്ല, കഴിഞ്ഞ 100-200 വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ നടന്ന അങ്ങനെ കൗതുകം ഒരു സംഭവമാണ് രണ്ടാമത്തെ പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധി നേരിട്ട് വന്ന സന്ദർശിച്ച കുടുംബങ്ങളിലൊന്നാണ് എൻ്റെ. മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ ദേശായി എപ്പിക് ഓഫ് ട്രാവൻകൂറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ, ബ്രഹ്മശ്രീ കണ്ടൂർ മഹേശ്വരൻ്റെ വീട്ടിൽ മഹാത്മാഗാന്ധി വരികയാണ്. അദ്ദേഹത്തിന് ഒരു കണ്ടീഷനേ ഉള്ളൂ, എല്ലാ വിഭാഗം ജനങ്ങളെ ജാതിക്ക് അതീതമായി അന്ന് കയറ്റണം. അപ്പോൾ വീട്ടിൽ തന്നെ അൾട്രാ കൺസർവേറ്റീവായ തീവ്ര മതബോധമുള്ള ജാതിബോധമുള്ള ആൾക്കാരുണ്ട്. സാക്ഷാൽ മഹാത്മാഗാന്ധി വരികയാണ്. രാഷ്ട്രപിതാവായ കഴിഞ്ഞ 10,000 വർഷങ്ങളിൽ ഈ മണ്ണിൽ ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെ ഈ അൾട്രാ കൺസർവേറ്റീവായ കുറച്ച് മുതിർന്നവരും മറ്റുമുണ്ട്. അപ്പോൾ അവർ എങ്ങനെ ഗാന്ധിജി ആയതുകൊണ്ട് തടയാനും പറ്റുന്നില്ല, എന്നാൽ അകത്ത് കയറ്റാൻ വലിയ മടി. ഗാന്ധിജിയുടെ ഭാഷയിൽ ഹരിജനങ്ങളെന്നോ നമ്മുടെ പിന്നോക്ക സമൂഹത്തിലെ വ്യക്തികളെന്നോ അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ വളരെ പ്രായം ചെന്നൊരു അമ്മൂമ്മ ചോദിച്ചു, മഹാത്മാഗാന്ധി വരികയാണ്, ഇയാൾ ബ്രാഹ്മണനാണോ? വീട്ടിലേക്ക് കയറ്റണമെങ്കിൽ, ഇല്ലത്തിലേക്ക് കയറ്റണമെങ്കിൽ ബ്രാഹ്മണനാണോ?
അപ്പോൾ അവിടെ കൂടെ നിന്നൊരാൾ പറഞ്ഞു, ബ്രാഹ്മണനല്ല, ഈശ്വരനാണ് വരുന്നത്. സാക്ഷാൽ അവതാര പുരുഷനായ ഒരു മനുഷ്യനാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കണം. അപ്പം അന്ന് ഗാന്ധിജി അടക്കമുള്ളവർ മുമ്പോട്ട് വെച്ചത്, ഗാന്ധിജി വിശ്വാസിയാണ്, തീവ്ര ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ നല്ല സുഹൃത്തുക്കൾ പോലും ഗാന്ധിജിയെ പലപ്പോഴും വിമർശിക്കുന്നത് ഒരുപാട് വിശ്വാസത്തിൻ്റെ എലിമെൻറ്റ്സ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അത് സത്യമാണ്. പക്ഷേ ഗാന്ധിജി അതൊരു ബാലൻസിങ് ആക്റ്റായിട്ടാണ്. ഉദാഹരണം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവുന്ന രഘുപതി രാഘവ രാജാറാം എന്ന ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമ ഭജന 500 വർഷം പഴക്കമുള്ള ഭജനയാണ്. ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഗാന്ധിജി അതിൻ്റെ 2 വരികൾ എഡിറ്റ് ചെയ്ത് മാറ്റി, ഈശ്വരല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ, ഗാന്ധിജി എഴുതി ചേർത്തതാണ്. എന്ത് ചെയ്യാനാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും താമസിക്കുന്ന അന്നത്തെ ഇന്ത്യയിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ, സമവായം കണ്ടെത്താൻ, ഒരു യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താൻ ഗാന്ധിജി കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് പലപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഈ ലെഫ്റ്റ് ഓഫ് ദി സെൻറ്റർ നിൽക്കുന്ന കാരശ്ശേരി മാഷ് അടക്കമുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ ശ്രീ ഹരിഹരൻ സാർ അടക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ 13 ഏപ്രിൽ 1921 ഗാന്ധിജി എടുത്തു പറയുന്നുണ്ട്, ഇതിൽ 3 നിറങ്ങളുണ്ട്. ഇതിൽ കുങ്കുമ കാവി നിറം ഹിന്ദു സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്, വെള്ള ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയുമാണ്, പച്ച മുസ്ലിം സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. ഗാന്ധിജി ഈ ബാലൻസ് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. 1946 47 ഗാന്ധിജിയോട് വീണ്ടും ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇത് മതസൗഹാർദ്ദത്തിൻ്റെ കൊടിയാണ്. നമ്മുടെ കാരശ്ശേരി മാഷ് പറയുമ്പോൾ അത് മതേതരത്വത്തിൻ്റെ കൊടിയാണെന്ന് പറയും. ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, ഞാൻ മതസൗഹാർദ്ദം എന്ന് പറയും. ഇനി എന്ത് പേര് വിളിച്ചാലും ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ CPM-ൻ്റെയും BJP-യുടെയും വേദി പോകുമ്പോൾ വളരെ കൗതുകമാണ്. CPM-ൻ്റെ വേദി പോകുമ്പം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരുടെ വേദി പോകുമ്പം അവർ പറയും ഇത് മനുഷ്യത്വത്തിൻ്റെ കൊടിയാണ്, ഇന്ത്യയുടെ കൊടിയാണ്. ഞാൻ പറഞ്ഞ എങ്ങനെ പറഞ്ഞാൽ മതി. കോൺഗ്രസ്സുകാരുടെ വേദി പോകുമ്പോൾ ഒരു പറയും ഇത് മതസൗഹാർദ്ദത്തിൻ്റെ കൊടിയാണ്. BJP-ക്കാരുടെ വേദി പോകുമ്പോൾ അത് ബഹുസ്വര ആർഷഭാരത സംസ്കാരത്തിൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അടിസ്ഥാന ആശയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും എല്ലാവർക്കും ഇടയിൽ ഒരു സമവായം വേണം, സൗഹാർദ്ദം വേണം. പേരെന്ത് വിളിച്ചാലും ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കാകണം. നേരത്തെ ആദരണീയനായ ശ്രീ മുസ്തഫ മൗലവി അറകൾ അടക്കം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ആ റിഫോർമേഷൻ കൊണ്ടുവന്നത് ചാവര പിതാവിനെ പോലുള്ള വ്യക്തികൾ കൂടിയാണ്. നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും ഒക്കെ ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ ദശാബ്ദങ്ങൾ മുമ്പ് അന്നൊരു സംസ്കൃത സ്കൂൾ, അന്ന് സംസ്കൃതമാണ് കുറച്ചുകൂടെ ആൾക്കാർ എന്താ പറയുക എലീറ്റ് ഭാഷയേക്കാൾ, സംസ്കൃത സ്കൂൾ എല്ലാവർക്കും വേണ്ടി തുടങ്ങുകയും പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങുകയും നമ്മുടെ നവോത്ഥാനത്തിനടക്കം ഒരുപാട് കോൺട്രിബ്യൂഷൻ എല്ലാ സമുദായങ്ങളിൽ നിന്നും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വിശ്വാസികൾ അടക്കം നൽകി മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മഹത്തരമായ ലെഗസി പാരമ്പര്യം നമ്മൾ ഇന്നും തുടരണമെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇനി 2 പോയിന്റുകൾ 5 മിനിറ്റ്. ഇനിയും ഇതിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ആ പശ്ചാത്തലം കൂടി വിശിഷ്യ കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തീവ്ര വലതുപക്ഷം അതിശക്തി പ്രാപിക്കുന്നൊരു കാലഘട്ടത്തിൽ മധ്യ ഇടത് മധ്യ വലതും സഹകരിക്കേണ്ടതാണ്. അതായത് എക്സ്ട്രീം റൈറ്റ് വിങ്, അൾട്രാ റൈറ്റ് വിങ്, കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ യാതൊരു മടിയുമില്ലാതെ ബൈബിളിനെ പോലും മിസ്കോട്ട് ചെയ്യുന്ന ട്രംപും പീറ്റ് ഹെക്സെക്തും ഉണ്ടാകുന്ന കാലത്ത്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ പ്രസിഡന്റ് ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് പ്രസിഡന്റ് ആകുന്നത്. പരിശുദ്ധ ബൈബിളിനെ മിസ്കോട്ട് ചെയ്ത് ഒരു സിനിമാ ഡയലോഗിനെ വെച്ച് ഇറാൻ്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ട്രംപും ഹെക്സെക്തും ഒക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീവ്ര വലതുപക്ഷം എല്ലാ രാജ്യത്തും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും പലപ്പോഴും ശക്തി പ്രാപിക്കുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ശ്രീ TG മോഹൻദാസ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും പറയാൻ പോലും നാണക്കേടാണ് ഒരു വേദിയിൽ. അവിടെ വരുന്ന പെൺകുട്ടികൾ എന്താ പറയണേ, നിർബന്ധിത ലൈംഗികത ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പോലും യാതൊരു മടിയുമില്ലാതെ പറയാൻ കഴിയുന്ന എക്സ്ട്രീം റൈറ്റ് വിങ്, തീവ്ര റൈറ്റ് വിങ് വളരുമ്പോൾ മധ്യ ഇടത്, അതായത് ഇന്ത്യയിലെ സെൻറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്ന സ്പേസ്, ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവുമുണ്ട്. ഇന്ത്യയിലെ സെൻറ്റർ ലെഫ്റ്റ് എന്ന് പറയുന്ന സ്പേസ് ആണ് നെഹ്റുജി, പുരോഗമനവാദിയായ നെഹ്റുജി ഒരു നിരീശ്വരവാദിയായിരുന്നു, പുരോഗമനവാദിയായിരുന്നു, വിശ്വാസി ആയിരുന്നില്ല, എന്നാൽ വിശ്വാസങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. ആ രീതിയിൽ നെഹ്റുജിയെ പോലെ സെൻറ്റർ ലെഫ്റ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയുണ്ട്. എന്നാൽ സെൻറ്റർ റൈറ്റിൽ നിൽക്കുന്ന സർദാർ പട്ടേലുമുണ്ട്.
സർദാർ പട്ടേൽ കുറേ കൂടെ സാമുദായികതയോടൊക്കെ ചേർന്ന് പോകുന്ന വ്യക്തിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ശ്രീ വി ഡി സതീശൻ പറയും അദ്ദേഹം ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റാണ് എന്ന്. ഇതേപോലെ ഒരു ഗാന്ധിയൻ റൈറ്റ് എന്ന് പറയുന്ന സ്പേസും നമ്മുടെ രമേശ് ചെന്നിത്തലാജി, ശ്രീ ശശി തരൂർ അടക്കമുള്ള ആൾക്കാർ എല്ലാ പാർട്ടികളിലും ഉണ്ട്. ശ്രീ ശ്രീധരൻപിള്ള സാർ, BJPയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള സാർ, ഒരർത്ഥത്തിൽ ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ ഒരു സെൻറ്റർ റൈറ്റിൽ നിൽക്കുന്നവരുണ്ട്. ഈ അൾട്രാ റൈറ്റിനെ തടയാൻ, അൾട്രാ ലെഫ്റ്റ് തെറ്റാണെങ്കിൽ അൾട്രാ റൈറ്റും തെറ്റാണ്. ഒരു വശത്ത് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അർബൻ നക്സലുകൾ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ മറുവശത്ത് അർബൻ നാസികളും ഉണ്ട്. അതായത് ഹിറ്റ്ലറിൻ്റെ കാലത്തെ നാസികളെ വെല്ലുന്ന രീതിയിൽ പ്രൊപ്പഗാൻഡയിലൂടെ നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുന്ന അർബൻ നാസികളും ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തെ തീവ്ര വലതുപക്ഷത്തെ തടയാനായി സെൻറ്റർ റൈറ്റും സെൻറ്റർ ലെഫ്റ്റും അല്ലെങ്കിൽ നെഹ്റൂവിയൻ നിലപാടുകൾ എടുക്കുന്നവരും സർദാർ പട്ടേലിൻ്റെ നിലപാടെടുക്കുന്നവരും ബാലൻസ്ഡായി പലപ്പോഴും യോജിച്ച് നിന്ന് വിശ്വാസ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ തീവ്ര വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരെ തടയേണ്ട ആവശ്യമുണ്ട്. അതിന് ചിലപ്പോഴെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഷ ആവശ്യമാണ്. ഗാന്ധിജി അടക്കമുള്ളവർ ജീവിതത്തിൽ വളരെ ഇഫക്റ്റീവ്ലി ചെയ്തവരുമാണ്. ഒരിക്കൽ ഗാന്ധിജി ബീഹാറിൽ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം നടക്കുകയാണ്. അന്ന് ജാതീയത കൊടികുട്ടി കാണുന്ന കാലമാണ്. ഗാന്ധിജി പറഞ്ഞു, ഈ നിൻ്റെയൊക്കെ ജാതീയത കാരണമാണ് ഇവിടെ ഭൂകമ്പം വരുന്നത്. അതിന് ഗാന്ധിജിയെ വിമർശിക്കുന്നൊക്കെയുണ്ട് പല ആൾക്കാരും. കാര്യം ഭൂകമ്പവും ജാതീയതയും തമ്മിൽ ബന്ധമില്ല. പക്ഷേ ഗാന്ധിജി വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മതത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ, ഹിന്ദു സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വാസ പരിഷ്കരണം ആഗ്രഹിക്കുന്നവർ വിശ്വാസികളല്ലാത്തവരോടും കൂടി സഹകരിച്ച്, ഒരുപക്ഷെ വിശ്വാസപാതയിലല്ലാത്തവരും കൂടി സഹകരിച്ച് കോമൺ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ നിർദ്ദേശം കൂടെ പ്രത്യേകിച്ച് സാറിൻ്റെ അടക്കം മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഫിൻലാൻഡിലൊക്കെ പോകുമ്പം സ്ഥിരം സനൽ എഡംബർഗ് സാറുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാറ്. അദ്ദേഹം നല്ലൊരു നിരീശ്വരവാദിയാണ്, നല്ലൊരു യുക്തിവാദിയാണ്. നമ്മുടെ നാട്ടിലും നല്ല യുക്തിവാദികളുണ്ട്, നല്ല അല്ലാത്ത ആൾക്കാരുമുണ്ട്. നല്ല ആൾക്കാരുടെ പേരിലേക്ക് ഞാൻ പറയുന്നില്ല. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പോലുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വാസികൾക്കും കൂടി താല്പര്യമെടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാം അറിയാം, വെളിയിൽ ആര് സമ്മതിച്ചില്ലെങ്കിലും വിശ്വാസികൾക്കറിയാം നമ്മുടെ ഉള്ളിൽ സാമ്പത്തിക ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് പേർ വിശ്വാസത്തിൻ്റെ മേഖലയിലുണ്ട്. നമുക്കറിയാമല്ലോ, ബാക്കി വേറൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് പരിഷ്കരിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങണം. ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എൻ്റെ പെറ്റീഷനിലാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ അമ്പലങ്ങളിൽ വരുന്ന കാശ് വേണ്ട രീതിയിൽ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നറിയില്ല. അതിനൊരു അക്കൗണ്ടബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വേണം, സുതാര്യത വേണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിശ്വാസികൾ തന്നെ വിശ്വാസത്തിലെ ശരിയല്ലാത്ത പ്രവണതകളെ, വിശ്വാസത്തിൻ്റെ ലാർജർ പരിപ്രേക്ഷ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കണം. പ്രാക്ടിക്കലി എനിക്കങ്ങനെ ഇടപെടാൻ കഴിഞ്ഞ ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത 2 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന കാഴ്ചയാണ് ശബരിമലയിലെ മകരവിളക്ക് മകരജ്യോതി. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അടക്കം ഭരിച്ചിരുന്ന കാലത്ത് മുഴുവൻ നിർബാധം തുടരുന്നൊരു കാര്യമാണ്. അതായത് ശരിക്കും ആദിവാസി വിഭാഗമായ മലയരയർ എന്ന് പറയുന്നൊരു വിഭാഗം ഒരു 900-1000 വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പന് വേണ്ടി 3 തവണ ദീപാരാധന ഒഴിയുന്നതാണ് ഈ മകരവിളക്ക് എന്ന് പറയുന്ന കാര്യം. യഥാർത്ഥത്തിൽ 1950കളിൽ നമ്മുടെ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ സ്ഥലം കയ്യേറി അവരെ പുറത്താക്കിയതിന് ശേഷം എല്ലാ വർഷവും രഹസ്യമായി പോലീസുകാർ പോയി കത്തിക്കുന്നതാണ് ഈ പരിപാടി. ഇതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം. അറിയാവുന്നവർക്കെല്ലാം ഈ വിഷയം അറിയാം. യുക്തിവാദികൾ പലപ്പോഴും ഇത് റേസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം പഠിക്കാൻ ഞാൻ യുക്തിവാദികളുടെ വീട്ടിലും പോയിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമാണ്. ഞാൻ പേര് പറയുന്നില്ല, നേരത്തെ അങ്ങ് പരാമർശിച്ച ശ്രീ ടി.പി. ചന്ദ്രശേഖരൻ, അദ്ദേഹം ആരോട് സംസാരിച്ചു എന്ന് അങ്ങ് ഉദ്ദേശമല്ലോ, ആ മനുഷ്യനെ ഞാൻ കാണാൻ പോയി. കേരളത്തിൻ്റെ മുമ്പിരുന്ന ഏറ്റവും സ്ട്രോങ് ആയ നേതാവിനെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ഇടപെടില്ല, വിശ്വാസ സംബന്ധമായ കാര്യമാണ്, കൈ നിൽക്കണമെന്നില്ല. അതായത് ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, മതവിശ്വാസികൾക്ക് വോട്ട് കൂടുതലാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ എവിടെങ്കിലും ഒരുമിച്ച് കുത്തുവന്ന ധാരണയിൽ ഒരു രാഷ്ട്രീയക്കാരനും ഇത് പരിഷ്കരിക്കാനോ മാറ്റാനോ വരില്ല. ഇത് നമ്മളായിട്ട് തന്നെ മാറ്റണം. അതിന് രാഷ്ട്രീയക്കാരെ വിശ്വാസത്തിലെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം. ഞാൻ വളരെ പഠിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു നിലപാട് സമർപ്പിച്ചു. മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്തെ നക്ഷത്രമാണ്. മകരവിളക്കെന്ന് പറഞ്ഞാൽ ദീപാരാധനയാണ്. നമ്മൾ നമ്മുടെ ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കണം. ഹൈക്കോടതി അടക്കം വളരെ പെട്ടെന്ന് എങ്ങനെങ്കിലും ഈ സൊല്യൂഷന് ഒന്ന് വെളിയിൽ പോകണം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇദ്ദേഹം അത് രാഷ്ട്രീയക്കാരെ മാത്രമേ പറഞ്ഞുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ നന്മ. ഞാൻ ഒരു പടി കൂടെ കടത്തി പറയാം, കോടതികളടക്കം ഇടപെടില്ലല്ലോ. അതായത് ഏതെങ്കിലും ഒരു മതസമുദായത്തിൻ്റെ കാര്യം, ഞാൻ കോടതികളെ ഏറ്റവും ബഹുമാനത്തോടെയാണ് പറയുന്നത്, സംഘടിത മതസമൂഹത്തിൻ്റെ കാര്യം, അത് ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇരിക്കുന്ന കോടതി ജഡ്ജി തൊടൂല. വേറെ ഒരു പ്രമാദമായ കേസിൽ ഹിന്ദുവും മുസ്ലിമും അല്ലാത്തൊരു സമുദായത്തിലെ മരണമുണ്ടായിട്ട് പലപ്പോഴും വേണ്ട രീതിയിൽ കോടതികൾ പോലും
വേണ്ട, റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഉണ്ട്. ഇതൊക്കെ സത്യമാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ലേ. അന്ന് വളരെ ധൈര്യപൂർവ്വം ഒരു പത്രം എഡിറ്റോറിൽ എഴുതാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക ജഡ്ജി ഒരു വിധി തരാതെ പോയത്. അത് നമുക്ക് വളരെ ഫേമസ് ആയ കാര്യമാണ്. ഈ കോടതികളെ വിമർശിച്ചൊന്നും വേണ്ട, ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി അടക്കം ശബരിമലയിലെ വിഷയത്തിൽ ആരും ഇടപെടുന്നില്ല. സുപ്രീം കോടതി പോയപ്പോൾ ഹൈക്കോടതി പോകാൻ പറഞ്ഞു, ഹൈക്കോടതി പോയപ്പോൾ മകരവിളക്ക് മകരവിളക്ക് സുപ്രീം കോടതി പോകാൻ പറഞ്ഞു. കാര്യം ഇത് കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണ്. കോടതികൾക്ക് പോലും അതിൽ ഇടപെട്ട് ബുദ്ധിമുട്ടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഈ നിലപാടുമായി പോയി താല്പര്യത്തോടെ ഹൈക്കോടതി വളരെ സത്വരമായിട്ട് അത് അംഗീകരിക്കുകയും ഒരു ഫൈനാലിറ്റി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അത് പറയുന്നതിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കും പ്രശ്നമില്ല, എന്നാൽ അതിൻ്റെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലിമെൻ്റ് മാറ്റാനും കഴിയുകയുണ്ടായി. അതുകൊണ്ടാണ് മുമ്പ് നിങ്ങൾ അവാർഡ് കൊടുത്ത വളരെ ആദരണീയനായ ഒരു വ്യക്തിയുണ്ട്, ശ്രീ യു കലാനാഥൻ സർ. അദ്ദേഹത്തെ കോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഈശ്വരവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്, ഞാൻ ഈശ്വരവിശ്വാസിയാണ്. പക്ഷേ ശ്രീ യു കലാനാഥൻ പറയുന്ന ഒരു പ്രസക്തമായ നിലപാടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എക്സ് മുസ്ലിംസ് എന്ന് വിളിക്കുകയും ഇസ്ലാമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയെല്ലാം അധിക്ഷേപിക്കുന്നവർ കേൾക്കേണ്ട നിലപാടാണ്. വിശ്വാസിയുടെ വികാരത്തെ പ്രകോപിക്കുന്നതിലല്ല, വിചാരത്തെ പ്രോജ്വലിപ്പിക്കുന്നതിലാണ് ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. വിശ്വാസികളെ വൈകാരികപരമായി പിടിച്ചുലയ്ക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിലല്ല. ശ്രീ യു കലാനാഥൻ്റെ നിലപാടാണ്. മുമ്പ് നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള, ഇവിടുത്തെ അവാർഡ് കൊടുത്ത് അംഗീകരിച്ച ഒരു വ്യക്തിയുടെ നിലപാടാണ്. വിശ്വാസമൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. എല്ലാവരും ഒരേപോലെ ഇത്തരം കാര്യങ്ങളിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല. ചിലർ അതിവൈകാരികമായി വിശ്വസിക്കും. അവരെയും കൂടി ഒരു മിതവാദത്തിൽ എത്തിച്ച് വിശ്വാസിയുടെ വിചാരത്തെ പ്രോജ്വലിപ്പിച്ച് അവനെ മിതവാദത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞതിന് 2 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മതം എന്നും നല്ലൊരു ഊന്നുവടിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മതം ഒരു പരിചയോ വാളോ ആകരുത്. മതം നല്ലൊരു ഊന്നുവടിയാണ്. മതം നമുക്ക് ആശ്വാസവും വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തരുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ അതൊരു പരിചയമല്ല, അതൊരു യുദ്ധോപകരണമായ വാളല്ല. വാളും പരിചയവുമല്ലാതെ ഊന്നുവടിയാകുന്ന വിശ്വാസം നല്ലതാണ്. ആ വിശ്വാസത്തെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ, മിതവാദത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ, മതസൗഹാർദ്ദത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തിരിച്ചറിവിലേക്ക് നയിക്കാൻ കാലാകാലങ്ങളിൽ നവോത്ഥാന നായകന്മാർ വരികയും വിശ്വാസത്തിൻ്റെ അന്തസ്സത്തെ ശക്തമായി ഉൾക്കൊണ്ട് ഒരു ഭാഗത്ത് അന്ധവിശ്വാസത്തെയും മറുഭാഗത്ത് അവിശ്വാസത്തെയും എതിർത്ത്, ഒരു ഭാഗത്ത് നിരീശ്വരവാദവും ഖുറാനും ഗീതയും ബൈബിളും ഒന്നും വേണ്ട എന്ന വാദത്തെ എതിർക്കുകയും മറുഭാഗത്ത് ഫണ്ടമെൻ്റലിസം മതമൗലികവാദത്തെയും എതിർത്ത് ഒരു മധ്യപാതയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ. അതിന് ശ്രീ ചേകന്നൂർ മൗലവിയുടെ സ്മരണകൾ നമുക്ക് പ്രോത്സാഹജനകമാകട്ടെ. മതത്തെ, വിശ്വാസത്തെ പരിഷ്കരിച്ച് നവീകരിച്ച് മതത്തിൻ്റെ സനാതനവും മഹത്വരവുമായ മൂല്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ വിശ്വാസിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതാണ് മുത്തക്കി, ഒബ്സർവൻറ്റ് അല്ലെങ്കിൽ ദൈവഭക്തിയുള്ളവൻ, സൂക്ഷ്മതയുള്ളവൻ. ആ രീതിയിൽ മുത്തക്കിയാകാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ ഭാഗ്യമായി ഞാനിത് കാണുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രണാമം അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.